നമസ്കാരം സുഹൃത്തുക്കളെ. ഈ കഴിഞ്ഞ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നാണം കെട്ട തോൽവി ആരാണ് നേരിട്ടതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പല പേരുകളും പറയാൻ കാണും. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് തോറ്റ ആളെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കാണിക്കുന്നത്. ആ മനുഷ്യനാണ് ഏറ്റവും നാണം കെട്ട തോൽവി. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച ആളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ തോറ്റ വ്യക്തി. പക്ഷേ അയാളൊന്നുമല്ല കേട്ടോ ഏറ്റവും നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയത്. ഒരുപക്ഷെ നിങ്ങൾ ആ ഭാഗത്തേക്ക് ചിന്തിച്ച് കാണില്ല. കേരളത്തിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം ചെറുതും വലുതുമായിട്ടുള്ള വ്യവസായങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെ തള്ളിമറിക്കുന്ന അവകാശപ്പെട്ട കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയായിരുന്ന പി രാജീവ് എന്ന വ്യക്തിയാണ് ആ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയത്. അദ്ദേഹം 16,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിനാണ് തോറ്റത്. അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞ ഒരുപക്ഷെ കളമശ്ശേരി എന്ന മണ്ഡലത്തിലുള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരാളാണ് പി രാജീവിനെ തോൽപ്പിച്ചത്. അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ നിന്നല്ല ജയിച്ചത്. മതവർഗീയ പാർട്ടിയായ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടാണ് കേരളം ഭരിച്ച പാർട്ടിയായ CPMൻ്റെ സ്ഥാനാർത്ഥിയായ പി രാജീവിനെ തോൽപ്പിച്ചത്. ഈ പി രാജീവ് കുറേ കാലം പാർലമെൻറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മികച്ച പാർലമെൻറ്റേറിയൻ എന്ന രീതിയിലുള്ള അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ എന്തൊക്കെയോ ആണെന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ കൊണ്ട് മന്ത്രിയാക്കിയത്, ദേശാഭിമാനിയുടെ തലപ്പത്തിരുത്തിയത്. ആ വ്യക്തി മതവർഗീയ പാർട്ടിയായ മുസ്ലിം ലീഗിനോട് തോറ്റിരിക്കുന്നു. കോൺഗ്രസിനോടാണ് തോറ്റതെങ്കിലും ഒക്കെ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. ഇനി എന്തുകൊണ്ട് ഇത് നാണം കെട്ട തോൽവിയാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ, മിനി പാകിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? മലപ്പുറം. ഞാൻ പറയുന്നതല്ല കേട്ടോ, പൊതുവേ മിനി പാകിസ്ഥാൻ എന്നാണ് മലപ്പുറത്തെ പറയുന്നത്. അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് UDFനെതിരെ നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവിടെ മുസ്ലിം ലീഗിനോട് തോറ്റാൽ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് അസാധാരണമായി ഒന്നുമില്ല. ഇനി താലിബാൻ, മിനി താലിബാൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കാസർഗോഡ്. അവിടെയും മുസ്ലിം ലീഗിനോട് തോറ്റാൽ അതും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, അത്ഭുതമൊന്നുമില്ല. എന്നാൽ എറണാകുളം പോലെ ഒരു ജില്ലയിൽ കളമശ്ശേരി എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ പി രാജീവ് എന്ന അവർ തന്നെ വാഴ്ത്തിക്കൊണ്ട് നടന്ന CPMകാരനായിട്ടുള്ള അവരുടെ താത്വിക ആചാര്യൻ എന്നൊക്കെ പറയാവുന്ന വിശേഷിപ്പിക്കാവുന്ന വ്യക്തി 16,000 വോട്ടിന് അബ്ദുൽ ഗഫൂർ എന്ന ഒരു സാധാരണ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയോട് തോക്കുന്നു. അതിലും പരം നാണക്കേട് മറ്റെന്താണുള്ളത്? എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ശരിക്കും ആത്മാഭിമാനമുള്ള വ്യക്തിയാണെങ്കിൽ ഇതിനകം തന്നെ ഈ നാണം കെട്ട് തോൽവിയിൽ മനം മടുത്ത് ഈ കേരളം വിട്ട് വല്ലയിടത്തോട്ടും പോയി ഒളിവിൽ താമസിച്ചേനെ. പക്ഷേ ഇളിച്ചുകൊണ്ടിരിപ്പുണ്ട് ഇപ്പോഴും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ശിവൻകുട്ടി അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോൾ ചാത്തന്നൂരിൽ BB ഗോപകുമാറിനോട് തോറ്റ സ്ഥാനാർത്ഥിയൊക്കെ അവരൊക്കെ അഭിമാനത്തോടെ നിവർന്നു നിന്ന് പറയും, ഞങ്ങളെയൊക്കെ തോൽപ്പിച്ചത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് 1000-ന് മുകളിൽ MLAമാരും 240 MP ഒക്കെയുള്ള രാജ്യസഭയിലൊക്കെ വലിയ ഭൂരിപക്ഷമുള്ള പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ തോൽപ്പിച്ചത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാടാ എന്നവർ അഭിമാനത്തോടെ പറയും. എന്നാൽ പി രാജീവിന് പറയാൻ പറ്റിയ എന്താണ്? ഒരു മതവർഗീയ പാർട്ടിയാണ് തന്നെ തോൽപ്പിച്ചത്. ഇതിനും വലിയ നാണക്കേട് ഒരു CPMകാരന് കിട്ടാനുണ്ടോ? അതും എറണാകുളം ജില്ലയിൽ, സ്വന്തം സ്ഥലത്ത്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സ്വന്തം സ്ഥലത്താണ് തോറ്റത്, കളമശ്ശേരിയിൽ. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും കളമശ്ശേരി സുഡാപ്പികളുടെ ഏരിയയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. സുഡാപ്പികളുടെ ഏരിയ ആണെങ്കിലും അവിടെ ഈ മുസ്ലിം സഖാക്കളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. CIT ആണെങ്കിലും SFI ആണെങ്കിലും DYFI ആണെങ്കിലും. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ സഖാക്കളൊക്കെ സമയം വന്നപ്പോൾ മാറ്റി ചെയ്തു, തൻ്റെ മതസ്ഥന് ചെയ്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. നാണക്കേടിൻ്റെ ആഴം കൂടുകയാണ് ചെയ്യുന്നത്. പൊന്നു സഖാവെ ഇപ്പോഴും കേരളത്തിൽ തന്നെ ഉണ്ടോ? നാടൊന്നും വിട്ടു പോയിട്ടില്ലല്ലോ. നാണക്കേടാണ് കേട്ടോ. ഷെയിം 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 നികം.